ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, ഇന്ന് കുറച്ച് തെണ്ടിത്തിരിയൽ ദിവസമാണ്. കുറച്ച് തെണ്ടി തിരിയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. 1-2 സാധനങ്ങൾ മേടിക്കാനുണ്ട്. എൻ്റെ പല്ല് ഒന്ന് കാണിക്കാനുണ്ട്. പല്ല് കാണിക്കാനെന്നോ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ എനിക്ക് പോകാൻ നേരം കിട്ടിയിട്ടില്ല. അപ്പോൾ അത് ചെയ്യണം. പിന്നെ എനിക്കൊരു കൺമഷി മേടിക്കണം. സംഗീത കയറി വെക്കണം. ഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്ക് മേടിക്കണം. ഷോപ്പിംഗ് വ്ളോഗ് തന്നെ നോക്കണ്ടടേ, അത് തന്നെ. അപ്പോൾ സംഗീതത്തിന് ഡ്രസ്സ് മേടിക്കണം. അവിടെ എനിക്ക് പറ്റിയതുണ്ടോയെന്നുണ്ടെങ്കിൽ എനിക്കൊരു കല്യാണത്തിന് പോകാനുണ്ട്. എന്നാൽ ഡേറ്റ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ വിശദമായിട്ട് പിന്നെ പറഞ്ഞുതരാം. കണ്ണൻ്റെ മയിൽപ്പീലി ഉടക്കയിലും തിളങ്ങുന്നൊരു തിളക്കം കണ്ടോ ഗൈസ്? അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അതാണ്. ബസ്സിനാണ് പോണത്. കൂട്ടത്തിലൊരു ബ്ലൗസ് എടുത്ത് വെച്ചിട്ടുണ്ട്. 3 ബ്ലൗസ് അവിടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി കൂട്ടിയിട്ട് 4 ധാവണിയാട്ടോ. അപ്പോൾ ഇതുകൂടി കൂട്ടിയിട്ട് 4 ഉണ്ട്. കരുണാട്ടൻ്റെ കൂടെ വണ്ടീൻ്റെ മുകളിലാണ് പോകുന്നത്. കരുണാട്ടൻ്റെ വരുന്നത്. അപ്പം ഞാൻ അതിൻ്റെ മുമ്പ് ഇറങ്ങി നടന്നതാണ്. ഞാൻ ഓൻ്റെ കൂടെ അല്ല കേട്ടോ കോഴിക്കോട് പോണത് ബസ്സിനാണ്. അപ്പോൾ അങ്ങനെയാണ്. ഇതൊന്നും അവിടെ കൊടുക്കണം. പല്ലിൻ്റെ ഡോക്ടറെ കാണിക്കണം. എനിക്ക് മെഡിസിൻ മേടിക്കാനുണ്ട്. സംഗീത പോകണം. അങ്ങനെ 4-5 പരിപാടികളാണുള്ളത്. ആ വീഡിയോസൊക്കെ വയ്യ വരാം. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രോ തന്നേ ഉള്ളൂ. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കണ്ണാ നിനക്കായി ബൈ ജസ്ന സലീം. ശരി, അങ്ങനെ ഫസ്റ്റ് തന്നെ സംഗീതത്തിലേക്ക് തന്നെ പോകുന്നു കേട്ടോ. ഇവിടെ എനിക്ക് പറ്റിയ കോസ്റ്റ്യൂം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ എടുക്കും, ഇല്ലെങ്കിൽ ഞാൻ പോകും. ഇതൊല്ലവ ഓറഞ്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. കയറി നോക്കട്ടെ. ഹായ്, എനിക്കൊരു കല്യാണത്തിന് പോകാനുണ്ട്. അതിനൊരു ലെഹങ്ക എടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ആദ്യം നോക്കിയത് അതാണ്. സെക്കൻഡ് നോക്കിയത് ഇതാണ്. ഇതൊന്നും എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല കേട്ടോ. എനിക്ക് ലൈറ്റ് കളർ പൊതുവേ ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ തേർഡ് നോക്കിയത് ഇതെനിക്ക് നല്ലോണം ഇഷ്ടമായി. പക്ഷേ നല്ല പ്രൈസാണ്. 6000 രൂപ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇത്ര പ്രൈസിൻ്റെത് വേണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ ഇതെടുത്തില്ല. ഒരു ദിവസത്തെ പരിപാടിയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതെടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതെടുത്തില്ല. പിന്നെ ഈ ഒരു വൈറ്റ് കളറ് ഇതും എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ലേ. അപ്പോൾ പിന്നെ ഞാൻ ഏതാ എടുത്തതെന്നല്ലേ നിങ്ങൾക്ക് അറിയണ്ടേ? കാണിച്ചു തരാം കേട്ടോ. എടുത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ഇതാട്ടോ ഞാൻ എടുത്തത്. നല്ലൊരു ലൈറ്റ് എന്താ പറയുക, സ്കൈ ബ്ലൂ കളറ്. അതും ദുപ്പട്ട എനിക്ക് പൊതുവേ കിട്ടാറുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ബേബി പിങ്കോ റോസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കിട്ടാറുള്ളത്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, ഈ ഒരു കളർ കോമ്പിനേഷൻ. അതേപോലെ തന്നെ ബ്ലൗസിൻ്റെ മുകളിൽ ഇങ്ങനെ വർക്കില്ല, സ്ലീവിന് മാത്രമേ വർക്കുള്ളൂ. വലിയ വെയിറ്റില്ല. മെയിനായിട്ട് ഞാൻ എടുക്കാനുള്ള കാരണം അതാണ്. വലിയ വെയിറ്റില്ല. റേറ്റ് അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഒരു 4 സംതിങ്ങിൻ്റെ ആ ഒരു റേറ്റൊക്കെ ഉണ്ട്. പക്ഷേ വെയിറ്റ് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ അതെടുത്തത്. ഇങ്ങനെയാണ് ഒരു വെച്ചിരിക്കുന്നത്. പക്ഷേ സ്ലീവിനാട്ടോ അത് വർക്ക് വരുന്നത്. സ്ലീവിന് വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതാണ് ഫൈനലി ഞാൻ തീരുമാനിച്ചത്. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വീട്ടിലെത്തിയിട്ട് നിങ്ങൾക്ക് കാണിക്കാത്തത്. ഇനി കല്യാണത്തിന് പോകുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ കാണാം കേട്ടോ. ലെഹങ്കയും മേടിച്ച് നേരെ പല്ലിൻ്റെ
ക്ലിനിക്കിലേക്കാട്ടോ പോയത്. ഇന്നും പോയത് ഫോക്കസിലേക്കാണ്. അപ്പം എൻ്റെ പല്ല് ചെറുതായിട്ടൊന്ന് അടയ്ക്കാനുണ്ടായിരുന്നു. കവറിട്ടതിന് നമ്മൾ പല്ല് റൂട്ട് കനാൽ ചെയ്ത് കവറിടുകയല്ലോ, അതിന് എന്തോ ഒരു സംഭവം പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകണമെന്ന് കുറേ ദിവസങ്ങളായി വിചാരിക്കുന്നു. പക്ഷേ എനിക്കിതുവരെ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നാണ് ഇപ്പം പറ്റിയത്. അങ്ങനെ അത് വന്ന് ശരിയാക്കി ഇന്ന്. അത് കഴിഞ്ഞതിന് ശേഷം നേരെ ലുലു മാളിലേക്ക് വിട്ടു. അവിടെ പോയിട്ട് എനിക്കൊരു കൺമഷി നോക്കാനുണ്ടായിരുന്നു കേട്ടോ. കൺമഷി നോക്കാനല്ല, കൺമഷി മേടിക്കാൻ. എൻ്റെ കയ്യിൽ ഞാൻ എപ്പോഴും എഴുതുന്നൊരു ബ്ലൂ ഐലൈനർ ഉണ്ട്. അത് മേടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് മക്കളെ. ചെറിയൊരു ബോട്ടിലിന് 750 രൂപ. പക്ഷേ മേടിക്കാതിരിക്കാൻ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ മേടിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. സെയിം സാധനം തന്നെയാണ് മേടിച്ചത്. അതിൻ്റെ ഉള്ളിൽ കൂടി ഒരാളെന്നോട് ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വന്നാട്ടോ. അതാണ് ആരെയും കാണാതെ ആയിപ്പോയത്. അങ്ങനെ സാധനം എനിക്ക് കയ്യിൽ കിട്ടി. സാധനവും കയ്യിൽ കിട്ടിയിട്ട് നേരെ പോയിട്ട് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാട്ടോ. ബില്ല് ചെയ്തതിന് ശേഷം താഴേന്ന് എനിക്കൊരു സാധനവും കൂടി മേടിക്കാനുണ്ടായിരുന്നു. അപ്പം അത് ബില്ല് ചെയ്യട്ടെ എന്ന് കരുതി ലുലു മാളിലാട്ടോ കോഴിക്കോട് പോയത്. ലുലുന്ന് വേറെ എന്താ എടുത്തതെന്ന് ചോദിച്ചാൽ ഈ കാണുന്ന ട്രോളി ആട്ടോ. ഈ ഒരു ട്രോളി ബാഗ് അല്ല കേട്ടോ, അതിൻ്റെ ഉള്ളിൽ വേറെ ഒന്നും കൂടി ഉണ്ട്. 11,500 രൂപ അങ്ങാണ്ടാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അത് ഓഫറിലിട്ടതാണ് 4,250 രൂപ. അങ്ങനെ ട്രോളി ബാഗും മേടിച്ച് ഒരു ഓട്ടോയും പിടിച്ച് ഞാൻ സ്റ്റാൻഡിലേക്ക് പോയിട്ടോ. ബസ്സിനാണ് ഞാൻ വന്നത്, കാറൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ ബസ്സിന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഉള്ളിയേരി അരുണുള്ളത് കൊണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ബൈക്കിൻ്റെ മുകളിൽ കൊണ്ടുപോയാൽ മതിയല്ലോ. അങ്ങനെ പെട്ടി വീട്ടിലെത്തി ഗൈസ്. ഇതാണ് ഒരു പെട്ടി ഉള്ളത്. ഇത് ഒരു കുഞ്ഞു അല്ല, അതുകൊണ്ട് ഞാനത് 3 എണ്ണം എടുക്കാണ്ടിരുന്നതാ. 11,000 സംതിങ് ആണ് റേറ്റ് വരുന്നത്. 4,500 രൂപ ഓഫർ റേറ്റ്. ഇതൊരു കുഞ്ഞു ബോക്സിൻ്റെ എവിടെയെങ്കിലും പോകണമെങ്കിലൊക്കെ. കമ്പനി സാധനമല്ലേ, 3 വർഷത്തെ വാറണ്ടി ഉണ്ട്. എന്ത് സാധനം? ഇതില്ല, ചിലപ്പോ വെറുതെ ആയിരിക്കും. അപ്പോൾ അയ്യോ, ഇതാണൊരു ബോക്സ്. അതിൻ്റെ അകത്ത് തന്നെ ഡ്രസ്സ് ഞാൻ മേടിച്ചത്. ഡ്രസ്സായിരുന്നു ഇടിപ്പിച്ചതാണ്. ബ്ലൗസ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു കേട്ടോ. അതെൻ്റെ കൺമഷിയാണ്. ആ വാറണ്ടി കാർഡ് രണ്ടും നല്ലോണം വെക്കണം. മോനെ ഏൽപ്പിച്ച രണ്ട് ഭാഗത്തും വെക്കാമല്ലോ. മനസ്സിലായില്ലേ? മറ്റേതൊക്കെ ഒരു ഭാഗത്തല്ലേ വെക്കാൻ പറ്റൂ. ഇത് ഈ ഭാഗത്തും വെക്കാമല്ലോ. അപ്പം അങ്ങനെയാണ് പെട്ടി വിശേഷങ്ങൾ. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇത്രയാണ് ഇന്നത്തെ ഒരു ദിവസത്തെ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടമായിക്കെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് പരദൂഷണം. ഓക്കെ, ബൈ ദ ബൈ. ഓക്കെ, ഒരു ബൈ പറയും. ബൈ.